നമസ്തേ, ഞാൻ സിന്ധു സതീശൻ. ഇന്ന് ഓണം ആഘോഷിക്കുന്ന എല്ലാവർക്കും ഓണാശംസകൾ. അതുപോലെ തന്നെ വാമന ജയന്തി ആഘോഷിക്കുന്ന എല്ലാവർക്കും വാമന ജയന്തി ആശംസകൾ. നമ്മുടെ ഓണത്തിനെ സംബന്ധിച്ച് ഓണത്തിനെ ചുറ്റപ്പെട്ടു ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് അല്ലേ. ഒരു പക്ഷേ നമ്മുടെ കേരളത്തിലെ ആൾക്കാർ പറയും ഓണം എന്നുള്ളത് കേരളത്തിൻ്റെ ദേശീയോത്സവമാണെന്ന്. അതെ, ഓണമാണ് കേരളത്തിൻ്റെ ദേശീയോത്സവം. അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ കാർഷിക ഉത്സവം എന്ന രീതിയിലും ഓണത്തെ അറിയപ്പെടുന്നുണ്ട്. ഇനി അതല്ല, ഇത് ഹൈന്ദവ വിശ്വാസികളുടെ ആഘോഷം എന്നാണ് പറയുന്നതെങ്കിൽ ആ ഓണം എന്നുള്ളത് വാമന ജയന്തിയാണ്. മഹാവിഷ്ണു വാമന രൂപം പ്രാപിച്ച ദിനമാണിന്ന്. അതാണ് ഓണം എന്ന് പറഞ്ഞിട്ട് ഹൈന്ദവ വിശ്വാസികൾ ആഘോഷിക്കുന്നത്. ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യത്തിന് ഓടി വരുന്നത് ഓണത്തപ്പനെയാണ് അല്ലേ. മാവേലിയായ ഓണത്തപ്പനെയാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക. ഓണത്തപ്പൻ്റെ ശരീരഭാഷ എന്താണ്? കൊമ്പമീശയും കുടവയറും അടയാഭരണങ്ങളും അതുപോലെ തന്നെ മുത്തുക്കുടയും പൊണ്ണത്തടിയൊക്കെ ആയിട്ടുള്ള ഒരു മാവേലി, ഒരു മഹാബലി. ശരിക്കും അങ്ങനെയാണ് ഒരു രാജാവ് ഉണ്ടാവുക. കേരളത്തിൽ നവോത്ഥാന ചിന്താഗതിക്കാർ ഉണ്ടാക്കിയെടുത്ത ആ മാവേലിയാണോ യഥാർത്ഥത്തിലെ മഹാബലി? ആണോ? പ്രഹ്ലാദൻ്റെ മകനായ വിരോചനൻ്റെ മകനാണ് മഹാബലി, അതായത് ഇന്ദ്രസേനൻ. ഈ അസുരന്മാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. എല്ലാ അസുരന്മാരും അതുപോലെ തന്നെ അസുര രാജാക്കന്മാരും കായിക ബലത്തിൽ, അതായത് ശക്തിയിൽ അവരെ തോൽപ്പിക്കാനായി ലോകത്തിൽ ആരും ജനിച്ചിട്ടില്ല. കാരണം അത്രയേറെ കായിക ശക്തിയുള്ള ആൾക്കാരാണ് അസുരന്മാരും. ഇങ്ങനെ പറയാൻ കാരണം ഏതൊരു അസുരനും യുദ്ധം ചെയ്ത് ദേവന്മാരെ തോൽപ്പിക്കുകയും ദേവലോകം കീഴടക്കാൻ ശ്രമിക്കുകയും കീഴടക്കുകയും ഒടുവിൽ ദേവന്മാർ എല്ലാവരും പ്രാണരക്ഷാർത്ഥം ത്രിമൂർത്തികളായ മഹാവിഷ്ണു, ശിവൻ, ബ്രഹ്മാവ് എന്നിവരുടെ അടുത്ത് ഓടിപ്പോവുകയും അവിടുന്ന് ഒരു ഉപായം സ്വീകരിച്ച് മനസമാധാനത്തോടെ തിരിച്ചു വരികയും ചെയ്യുന്നു. ഇത് എല്ലായ്പ്പോഴും എല്ലാ പുരാണ കഥകളിലും നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പുരാണത്തിൽ ശ്രീരാമാവതാരവും നരസിംഹാവതാരവും വാമനാവതാരവും കൽക്കിയും വരാഹവും ഒക്കെ ജനിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അവതാരം എടുത്തിട്ടുള്ളത്. ഇവിടെയും കഥ ഇതൊക്കെ തന്നെയാണ്. ഈ കായിക ബലത്തിൽ, കായിക ശക്തിയിൽ അതിഫലവാനായ മഹാബലി, അതായത് ഇന്ദ്രസേനൻ ഭൂമിയും പാതാളവും ഒക്കെ കീഴടക്കി ദേവലോകം കീഴടക്കാൻ ഒരുമ്പെട്ടപ്പോഴാണ് ദേവന്മാരെല്ലാവരും കൂടി മഹാവിഷ്ണുവിനെ ചെന്ന് കാണുകയും മഹാബലിയിൽ നിന്ന് രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മഹാവിഷ്ണു വാമന രൂപം കൈവരിക്കുകയും മഹാബലിയെ പാതാളത്തിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തത്. ഇതാണ് മഹാബലിയുമായി ഓണവുമായിട്ടുള്ള ഐതിഹ്യം. ശരിക്കും മഹാബലി നമ്മൾ പത്രത്തിൽ കാണുന്ന അല്ലെങ്കിൽ വേഷം കെട്ടി നടക്കുന്ന മഹാബലിയെ പോലെയാണോ യഥാർത്ഥ മഹാബലി അല്ലെങ്കിൽ ഇന്ദ്രസേനൻ എന്ന ചക്രവർത്തി? അല്ല. നമ്മളെപ്പോഴും കണ്ട് പരിചയപ്പെട്ടത് അല്ലെങ്കിൽ കണ്ടു പഴകിയത് മുത്തുക്കുടയൊക്കെ ചൂടി അടയാഭരണങ്ങളൊക്കെ അണിഞ്ഞ് പരിചാരകരില്ലാതെ പട്ടാളക്കാരില്ലാതെ കുടവയറുന്തി ഏകനായി നടക്കുന്ന മഹാബലിയാണ്. മഹാബലി അതായത് ഇന്ദ്രസേനൻ എന്ന ചക്രവർത്തി ആയോധന കലയിലും അതുപോലെ തന്നെ കായിക അഭ്യാസത്തിലും അതികേവനാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് തൻ്റെ രാജ്യം വിട്ട് മറ്റു രാജ്യങ്ങൾ കൈയടക്കുകയും രാജ്യവ്യാപനം നടത്തുകയും ചെയ്തത്. ഈ രാജ്യവ്യാപനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളെ കീഴടക്കുന്നത് ഈ ഉരുൾപൊട്ടലും മലവെള്ളം വന്നിട്ട് വെള്ളമാകെ സ്ഥലം കയ്യേറുന്ന ഒരു രീതിയിൽ അതുപോലെയല്ല ഒരു ചക്രവർത്തി രാജ്യവ്യാപനം നടത്തുന്നത്. തൻ്റെ രാജ്യത്തിലെ സൈന്യങ്ങളെ തയ്യാറെടുപ്പിക്കണം. തൻ്റെ രാജ്യത്തിലെ സൈനികരുടെ ശക്തി എത്രമാത്രമുണ്ടെന്ന് അറിവുണ്ടായിരിക്കണം. അതുപോലെ തന്നെ എതിർഭാഗത്തെ രാജ്യത്തിൻ്റെ ശക്തി എത്രയാണെന്നുള്ള ബോധ്യമുണ്ടായിരിക്കണം. നോക്കൂ, അങ്ങനെയാണെങ്കിൽ ഇതുപോലുള്ള കുടവയറുള്ള ഒരു മഹാബലി ആയിരിക്കുമോ മറ്റ് രാജ്യങ്ങളെ കീഴ്പ്പെടുത്തിക്കൊണ്ട് രാജ്യവ്യാപനം നടത്തിക്കൊണ്ടിരുന്നത്? ഭാഗവതത്തിൽ മഹാബലിയെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ശക്തിമാന് നീതിമാന് ദാനം ചെയ്യുന്നവരാണ് മഹാബലി എന്ന ചക്രവർത്തി. കൂടാതെ മഹാവിഷ്ണു ഭക്തനായ പ്രഹ്ലാദൻ്റെ ചെറുമകനാണ് മഹാബലി. ഈ ചക്രവർത്തി എന്ന പേര് കിട്ടാൻ തന്നെ കാരണം ഒരു രാജ്യം ഭരിച്ചതിനെ കൊണ്ട് ചക്രവർത്തി എന്ന വെളിപ്പേരുണ്ടാകില്ല. ഒന്നിൽ കൂടുതൽ രാജ്യങ്ങൾ കീഴടക്കുകയും അവിടെ ഈ ഒന്നിൽ കൂടുതൽ രാജ്യങ്ങൾ ഭരിക്കുകയും ചെയ്യുന്ന രാജാവിനെയാണ് ചക്രവർത്തി എന്ന് വിളിക്കുക. എന്നാൽ രാജ്യവ്യാപനം നടത്തിക്കൊണ്ടിരുന്ന മഹാബലിയെ ദേവന്മാരുടെ അപേക്ഷ പ്രകാരം മഹാവിഷ്ണു വാമന രൂപം പൂണ്ട് ബ്രാഹ്മണ വേഷം പൂണ്ട്
ഭൂമി ദാനമായി ചോദിക്കുകയും അങ്ങനെ 3 അടി ദാനം വാങ്ങുകയും ഒരടി കൊണ്ട് ഭൂമിയും പാതാളവും, 2ാമത്തെ അടി കൊണ്ട് സ്വർഗവും, 3ാമത്തെ അടി മഹാബലിയുടെ ശിരസിലും ചവിട്ടി മഹാബലിയെ പാതാളത്തിലേക്ക് തിരിച്ചയച്ചു. എന്നാൽ വെറും യാചകനായ ഒരു ബ്രാഹ്മണനെ ഒന്നും ചിന്തിക്കാതെ തന്നെ ബ്രാഹ്മണൻ ചോദിച്ചത് എന്താണോ, അതായത് വാമനൻ ചോദിച്ചത് എന്താണോ അത് അതേപടി നൽകാമെന്ന് പറഞ്ഞ മഹാബലിയിലെ ആ ദാനശീലം, അതുപോലെ തന്നെ തൻ്റെ മുന്നിൽ നിൽക്കുന്നത് വാമനനല്ല മഹാവിഷ്ണുവാണെന്ന അറിവിൽ ഭക്തി ആദരപൂർവം വണങ്ങിയ മഹാബലിയെ അദ്ദേഹത്തിൻ്റെ ഭക്തിയിൽ മഹാവിഷ്ണു സംപ്രീതനാവുകയും മഹാബലിയെ ചിരഞ്ജീവിയായി സുതലത്തിൽ ജീവിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്തു. ഇത് മഹാഭാഗവതത്തിൽ പറയുന്നതാണ്. കൂടാതെ അടുത്ത മന്വന്തരത്തിൽ സ്വർഗലോകത്തിലെ മഹാരാജാവാകാൻ വേണ്ടി മഹാവിഷ്ണു മഹാബലിയെ അനുഗ്രഹിക്കുകയും ചെയ്തിരുന്നു. പുരാണ കഥാപാത്രങ്ങളെല്ലാം എടുത്തു നോക്കിയാൽ തന്നെ സ്വർഗലോകത്തിൻ്റെ അടുത്ത മഹാരാജാവാകാൻ ഭാഗ്യം ലഭിച്ച ഒരേയൊരു വ്യക്തി മഹാബലിയാണ്, ഇന്ദ്രസേനാണ്. മാവേലി നാടും വാണിടും കാലത്ത് മനുഷ്യരെല്ലാവരും ഒന്നുപോലെ കള്ളവും ചതിയുമില്ലാതെ, കൊള്ളയും കൊലയുമില്ലാതെ എല്ലാ ആൾക്കാരും സമന്മാരായി ജീവിച്ചിരുന്നു. എന്നാൽ ഈ ഓണനാളിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന കുടവയറുന്തിയ, പട്ടുകുട ഏന്തിയ, സർവാഭരണ വിഭൂഷകനായ ആനയും അമ്പാരിയുമില്ലാതെ, പട്ടാളവും പരിചാരകരുമില്ലാതെ ഏകനായി അലയുന്ന മാവേലിയാണോ പുരാണത്തിലെ മാവേലി? കവി അയ്യപ്പൻ്റെ ഭാവിയിൽ പിറവിയെടുത്തതാണ് ആ ഓണപ്പാട്ട്. വർഷത്തിലൊരിക്കൽ മഹാബലി കേരള ജനതയെ കാണാൻ വരുമെന്നുള്ള ഐതിഹ്യത്തിൻ്റെ ഉറവിടവും ഇവിടെ തന്നെയാണ്. എന്നാലും സമൂഹത്തിന് തിന്മകളെ എടുത്തു പറയുന്ന അല്ലെങ്കിൽ എതിർത്തിരുന്ന പൂന്താനത്തിൻ്റെ കവിതയിൽ എവിടെയും മഹാബലി എന്ന ചക്രവർത്തി കേരളം ഭരിച്ചതായോ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ കേരള ജനതയെ കാണാൻ വരുമെന്നുള്ള പ്രത്യാശയോ നൽകിക്കൊണ്ട് ഒരു കവിതയിലും ഒരു വരി പോലും ഉരുത്തിരിയുന്നില്ല എന്നതാണ് സത്യം. അതുപോലെ തന്നെ നാരായണീയത്തിൽ നാരായണനെ പാടിപ്പുകഴ്ത്തുന്ന മേൽപ്പത്തൂരിൻ്റെ കവിതയിൽ എവിടെയും നാരായണന്റെ അവതാരത്തിലൊന്നായ വാമനന്റെ അവതാരം പാടിപ്പുകഴ്ത്തുന്നിടത്ത് ഒരിടത്തും മഹാബലി എന്ന ചക്രവർത്തി കേരളം ഭരിച്ചു എന്നും കേരള ജനതയെ കാണാൻ വരുന്നുണ്ടെന്നും എവിടെയും പരാമർശിക്കുന്നില്ല. ചിലപ്പം മേൽപ്പത്തൂരും അതുപോലെ തന്നെ പൂന്താനവും കാണാത്തത് അയ്യപ്പൻ കണ്ടു എന്നാണോ അറിയില്ല. സത്യത്തിൽ മലയാളത്തിൽ എഴുത്തച്ഛൻ രാമായണം എഴുതിയ വ്യക്തിയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അദ്ദേഹവും ഈ മാവേലിയെക്കുറിച്ച് അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ മഹാബലി കേരളം സന്ദർശിക്കുന്നു എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. എഴുത്തച്ഛനും മലയാളികളുടെ മാവേലിയെ മറന്നു എന്നാണോ നമ്മൾ ധരിക്കേണ്ടത്? അതുകൊണ്ട് കേരളത്തിലേക്ക് സന്ദർശിച്ച ഏതെങ്കിലും ചരിത്രാതീത മഹാബലിയെ എന്ന ചക്രവർത്തിയെക്കുറിച്ച് എവിടെയെങ്കിലും പരാമർശം നടത്തിയിട്ടുണ്ടോ? ഇല്ല. സത്യത്തിൽ ഓണത്തിൻ്റെ കഥ മാറ്റിമറിച്ചത് ആരാണ്? ആർക്കു വേണ്ടിയാണ്? ഓണം എന്ന നാളിൽ ശരിക്കും ആഘോഷിക്കേണ്ടത് വാമന ജയന്തിയാണ്. എന്നിട്ടും ഭംഗിയായിട്ട് വാമന ജയന്തി മറച്ചു പിടിക്കുകയും കേരളം ഭരിക്കാത്ത, കേരളമായിട്ട് ഒരു പുലബന്ധം പോലും ഇല്ലാത്ത മഹാബലിയെ വലിച്ചഴിച്ച് വർഷത്തിലൊരിക്കൽ കൊണ്ടുവരികയും ചെയ്തത് ആരാണ്? വിജയദശമി നാളിൽ കേരളം ഒഴികെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ആരാധിക്കപ്പെടുന്നത് ദുർഗയെയും സരസ്വതിയെയുമാണ്. പക്ഷെ വിജയദശമി നാളിൽ കേരളത്തിലേക്ക് എത്തുമ്പോൾ സരസ്വതി ദേവിയുടെ വിദ്യാരംഭം പോലും മതേതരമാണ്. വിദ്യ എല്ലാവരും അഭ്യസിക്കണം, എല്ലാവർക്കും വിദ്യാരംഭം കുറിക്കുന്ന അധികാരവും അവകാശവുമുണ്ട്. പക്ഷെ അത് ഹൈന്ദവ വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, സരസ്വതി ദേവിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മതേതരമാക്കുന്ന ഒരു ഉദ്ദേശം എന്താണ്? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഓണം എന്നുള്ള വാമനമൂർത്തിയോ വാമന ജയന്തിയോ ഒരിക്കലും ആരും അറിയുകയും ചെയ്യില്ല. ഓണം എന്നുള്ളത് കാണം വിറ്റും ഓണം ഉണ്ണം എന്ന ആ ഒരാശയത്തിൽ അടിവരയിട്ട് വിശ്വസിക്കുകയും ആഘോഷിക്കുകയും ചെയ്യും. ഓണം എന്നുള്ളത് തീർച്ചയായിട്ടും വാമന ജയന്തിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും, എല്ലാ വിശ്വാസികൾക്കും വാമന ജയന്തി ആശംസകൾ. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നിരിക്കുന്നതിൽ എല്ലാവർക്കും ജയ് ഹിന്ദ്.